ഹലോ ഫ്രണ്ട്സ്, ഈ ബോക്സിലുള്ള നൂറുകണക്കിന് കാർഡുകൾ ഉപയോഗിച്ചുകൊണ്ട് അനായാസമായി ഏതൊരു സാധാരണക്കാരനും ഇംഗ്ലീഷ് തീരെ അറിയാത്ത ഒരാൾക്ക് പോലും അടിപൊളിയായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇന്ത്യയിൽ തന്നെ ആദ്യമായി ഫ്ലാഷ് കാർഡ് മെത്തേഡുകളിലൂടെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ഒരു സിസ്റ്റമാണ് ഇപ്പോൾ ഇവിടെ വെച്ച് നിങ്ങളെ ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത്. എൻ്റെ കൂടെ രണ്ടാളുകളുണ്ട്, അവരെ നമുക്ക് കാണാം. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ മെത്തേഡ് ഉപയോഗിച്ച് എങ്ങനെയാണ് ഇംഗ്ലീഷ് പഠിക്കുന്നതെന്ന് കാണാം. ഇവിടെ വെച്ച് നിങ്ങൾ തന്നെ ഒരു 10-15ഓളം സെൻറ്റൻസുകൾ ഈ ചെറിയൊരു വീഡിയോ കഴിയുമ്പോഴേക്കും അടിപൊളിയായിട്ട് സംസാരിക്കും. അതും നിങ്ങളുടെ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന വാക്കുകൾ. പലപ്പോഴും നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന പല വാക്കുകളും പ്രോപ്പർ ആയിരിക്കില്ല. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഇവിടെ വെച്ച് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ഒരു അടിപൊളി മെത്തേഡാണ്. ഇന്ത്യയിൽ ഫസ്റ്റ് ടൈമാണ് സമ്പൂർണ്ണമായി ഫ്ലാഷ് കാർഡുകൾ ഉപയോഗിച്ചുകൊണ്ടൊരു സ്പോക്കൺ ഇംഗ്ലീഷ് പഠന രീതി വരുന്നത്. അപ്പോൾ നമുക്ക് നേരിട്ട് പ്രാക്ടീസ് ചെയ്ത് പഠിക്കാം. വെൽക്കം, ഇറ്റ്സ് മീ സൂര്യ ധനേഷ്. യു ആർ ലിസണിങ് ബ്രില്യൻറ്റ് ഇംഗ്ലീഷ്. അപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് അജയും അഭിനവുമാണ്. വെൽക്കം, രണ്ടാൾക്കും സ്വാഗതം. സോ അജയ്, ഹൗ ആർ യു ഡൂയിങ്? I'm doing great. Okay. What about you, sir? Yeah, I'm also great. Thank you, man. So Abhinav, how's it going? Yeah, it's going very well. റൈറ്റ്, ഓക്കെ. സോ നിങ്ങളുടെ കയ്യിലുള്ള കാർഡുകളില്ലേ, ഈ കാർഡുകൾ ഉപയോഗിച്ച് ഇപ്പോൾ നമ്മുടെ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്ന നിരവധി സെൻറ്റൻസുകൾ, പലപ്പോഴും നമ്മൾ റിയൽ ആയിട്ട് പറയുമ്പോൾ തെറ്റിപ്പോകുന്ന ചില സെൻറ്റൻസുകൾ ഇവിടെ വെച്ച് പഠിക്കാൻ പോവാണ്. അപ്പോൾ ഇവരുടെ കൂടെ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, കേട്ടുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കൾ, നിങ്ങൾക്കും ഇതേപോലെ അടിപൊളിയായിട്ട് ഇപ്പോൾ തന്നെ പഠിക്കാൻ പറ്റും. ഈ വീഡിയോ കഴിയുന്നതോടുകൂടി തന്നെ നിങ്ങൾ തന്നെ ഒരു 10-15 സെൻറ്റൻസ് ഒക്കെ ചേർത്താൽ സൂപ്പറായിട്ട് പറയാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് എടുത്തേ, ഓപ്പൺ ചെയ്യും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സെറ്റ് എടുക്കാൻ ഇഷ്ടമുള്ളൊരു സെറ്റ് എടുക്കാം. ഇങ്ങനെയാണ് നമ്മുടെ ഫ്ലാഷ് കാർഡുകൾ ഉണ്ടായിരിക്കുക. നിങ്ങൾക്ക് അയച്ചു തരുന്ന ഫ്ലാഷ് കാർഡുകൾ ഇതേപോലെ ഉണ്ടാവുക. 100 കാർഡുകൾ ഉണ്ടാവും. ഇത് ഉപയോഗിച്ച് 10,000 സെൻറ്റൻസുകൾ ആർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണ് കാണിച്ചു തരാം. ആ കാർഡ് ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കാം. ഒന്ന് ഇതേപോലെയുള്ള കാർഡുകളാണ് ഉണ്ടാവുക. കുറേ കാർഡുകളുണ്ടാവും. ഒന്ന് ക്ലോസ് ചെയ്ത് കാണിച്ചു കൊടുത്താൽ നന്നായിരുന്നു. ഉണ്ടോ? ഓക്കെ. ഒരു സൈഡ് ഇമേജ് ആയിരിക്കും. തിരിച്ചു പിടിച്ച്, ഓക്കെ. തിരിച്ചു പിടിക്കുന്ന സമയത്ത് ഇവിടെ V1, V2, V3, V4 ഉണ്ടാവും. പിന്നെ ഒരു സെൻറ്റൻസും ഉണ്ടാവും. അപ്പോൾ ഇത് ഉപയോഗിച്ച് എങ്ങനെയാണ് പഠിക്കുന്നത് ഞാൻ ഇപ്പോൾ തന്നെ കാണാം. ഓക്കെ. അപ്പോൾ ഞാൻ നിങ്ങളെ ഇതൊന്ന് പഠിപ്പിച്ചു തരാം. ഒപ്പം തന്നെ നമ്മുടെ സുഹൃത്തുക്കൾ, ഇത് കാണുന്ന ആൾക്കാർ, ഈ കാർഡൊന്ന് ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്ത് അജയ്, എന്താ ഈ കാർഡിൽ നോക്കി കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഇത് എന്തുമായി ബന്ധപ്പെട്ട കാർഡാണ് അഭിനവേ? ഇത് എന്ത് സംഭവം? കിച്ചണിൽ നടക്കുന്ന സംഭവമാണ് അല്ലേ? അപ്പോൾ നമ്മളിന്നൊരു അടിപൊളി ഫുഡ് ഉണ്ടാക്കാൻ പോവാണ്. ഇപ്പോൾ ഈ ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, നമുക്ക് പല വാക്കുകളൊക്കെ നമുക്ക് കൺഫ്യൂഷൻ വരാറുണ്ട്. അതാണ് നമ്മളിപ്പോൾ ഇവിടെ പഠിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ കാർഡിൻ്റെ ബേക്കിലും കുറേ ടെക്സ്റ്റ് ഉണ്ട്. ഒന്ന് മൊത്തത്തിൽ ജസ്റ്റ് ഒന്ന് കാണിച്ച് കണ്ടോ? ഈ ബേക്കിലും ടെക്സ്റ്റ് ഉണ്ട്. എല്ലാ കാർഡിൻ്റെ ഇതേപോലെ ബേക്കിലും ടെക്സ്റ്റ് ഉണ്ട്. അപ്പോൾ ഈ കാർഡുകൾ ഉപയോഗിച്ച് പഠിക്കുന്ന രീതി ഇപ്പോൾ തന്നെ നമ്മൾ പഠിക്കുകയാണ്. അപ്പോൾ ഒന്നാമത്തെ ഇമേജ് എടുത്തേ. ഈ ഇമേജിൽ എന്താണ് അഭിനവ് കാണുന്നത്? അത് പച്ചക്കറികൾ വാഷ് ചെയ്യണം അല്ലേ അജയ്? അതെ, വാഷ് ചെയ്യണം. ശരിക്കും നമ്മൾ ഈ വാഷ് ചെയ്യാന്ന് പറയാൻ പറ്റില്ല. ശരിക്കും എന്താ പറയുക ചെയ്യുന്നത്, ഇവിടെ ഈ പച്ചക്കറികളുടെ മുകളിലുള്ള എന്താ പറയുക, ചിലപ്പം വിഷം അടിച്ചിട്ടുണ്ടാവാം അല്ലേ? പച്ചക്കറീൻ്റെ മുകളിൽ അല്ലെ പൊടി ഉണ്ടാവും, ചെളി ഉണ്ടാവും, എന്തും ഉണ്ടാവാം. ഇതൊക്കെ ഇങ്ങനെ കഴുകി കളയാണ് ചെയ്യുന്നത്. ഈ കഴുകി കളയുന്നതിനൊക്കെ നമ്മൾ കോമൺ ആയിട്ട് വാഷ് എന്നല്ല പറയുന്നത്. ഇതിനൊക്കെ പറയുന്നത് റിൻസിങ് എന്നാണ് പറയുക. റിൻസിങ്. ഇപ്പോൾ നമ്മൾ വസ്ത്രം അലക്കുന്ന സമയത്ത് വാഷിംഗ് മെഷീനിലിട്ട് വസ്ത്രം അലക്കുമ്പോൾ അവിടെ സോപ്പ് പറ്റൂലേ? ഈ സോപ്പ് പറ്റുമ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ച് ഇങ്ങനെ കഴുകി കളയില്ലേ? ഇതിനൊക്കെ നമ്മൾ റിൻസിങ് എന്നാണ് പറയാം. അപ്പോൾ ഈ ഇമേജ് കാണുമ്പോൾ നിങ്ങൾ എന്താ പറയണ്ടേ? റിൻസിങ്. നമ്മുടെ കണ്ടുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളും ഈ ഇമേജ് കാണുമ്പോൾ പറയേണ്ടത് റിൻസിങ് എന്നാണ്. പെട്ടെന്ന് തന്നെ പറയണം. ഓക്കെ. അപ്പോൾ ഈ ഇമേജ് കാണുമ്പോൾ റിൻസിങ് എന്നാണ്. അഭിനവ് ആ ഇമേജ് പിടിച്ചോ. ഓക്കെ. ഈ ഇമേജ് അജയ്, ഈ ഇമേജിൽ എന്താ കാണുന്നത്? ഉള്ളിയുടെ തോല് വിളിക്കാണ് അല്ലേ? ഉള്ളിക്ക് തോല് വിളിക്കാണ്. ഉള്ളിക്ക് എന്താ ഇംഗ്ലീഷിൽ പറയാ? ഒനിയൻ അല്ല, അനിയൻ. എന്താ പറയുക? ജ്യേഷ്ഠൻ അനിയൻ എന്നൊക്കെ പറയില്ലേ? അതേപോലെ അനിയൻ എന്നാണ് ശരിക്കും ഇത് ഉള്ളിക്ക് പറയേണ്ടത് കേട്ടോ. അനിയൻ. ഓക്കെ, റൈറ്റ്. അപ്പോൾ ഇവിടെ തോല് പൊളിക്കുക. ഇപ്പോൾ ഈ തോല് കളയുന്നതിന് പൊതുവിൽ നമ്മൾ പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ പീലിംഗ്. നമുക്കറിയാവുന്ന വേർഡ് ആണ് പീൽ ചെയ്യാൻ നമ്മൾ പറയാറില്ലേ? പൊട്ടേറ്റോ, അതുപോലെ തന്നെ നമുക്ക് മാംഗോ ഒക്കെ നമ്മൾ പീൽ ചെയ്യില്ലേ? അപ്പോൾ ഈ ഇമേജ് കാണുമ്പോൾ നിങ്ങൾ പറയേണ്ടത് പീലിംഗ് എന്നാണ്. നേരത്തെ ഇമേജ് കണ്ടപ്പോൾ എന്താ പറഞ്ഞത്? റിൻസിങ്. ഇത് ഈ ഇമേജ് കാണുമ്പോൾ ആ ഇമേജ് കണ്ടപ്പോൾ എന്താ പറഞ്ഞത്? റിൻസിങ്. അടുത്ത ഇമേജ് നോക്കുമ്പോൾ പീലിംഗ്. ഓക്കെ. ആ ഇമേജ് എടുത്ത അഭിനവേ അജയ് അങ്ങോട്ട് കൊടുക്കും. ഓക്കെ. ഇവിടെ ഇപ്പോൾ എന്താ കാണുന്നത്? കട്ട് ചെയ്യാൻ. ഈ വെജിറ്റബിൾ കട്ട് ചെയ്യുന്നുണ്ട്. കുറച്ച് വലുതായിട്ടാണ് കട്ട് ചെയ്യുന്നത്, ശ്രദ്ധിച്ചോ? കുറച്ച് വലിപ്പത്തിലാണ് കട്ട് ചെയ്യുന്നത്. ഇങ്ങനെ കട്ട് ചെയ്യുന്നതിന് ചോപ്പിംഗ് എന്നാണ് പറയാം. ചോപ്പിംഗ് എന്താ പറയുക? ചോപ്പ് ചെയ്യാന്ന് പറയാം. അത് കാരണം അതേസമയം ഇപ്പം സവാളയൊക്കെ ഇങ്ങനെ അനിയൻ ഇങ്ങനെ നൈസായിട്ട് അരിയില്ലേ? അതെ, കുനുകുനാരിയുന്നത്. അപ്പോൾ അതിന് പറയുക എന്താ വെച്ചാൽ സ്ലൈസിങ് ആണ്. ഇവിടെ ഇതെന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഇവിടെ ഇപ്പോൾ ഇങ്ങനെ കുറച്ച് വലിയ ഉണ്ടല്ലേ, ക്യാരറ്റ് കുറച്ച് വലിയ കഷ്ണമല്ലേ, ഇതിനെ ചോപ്പിംഗ് എന്നാണ് പറയാം. ചോപ്പിംഗ്. അപ്പോൾ ഈ ഇമേജ് കാണുമ്പോൾ നിങ്ങൾ എന്ത് പറയണം? ചോപ്പിംഗ്. അടുത്ത ഇമേജ് എടുക്കൂ. ഈ ഇമേജിൽ എന്താ കാണുന്നത് അജയ്? സ്റ്റൗ കത്തിക്കണം. അപ്പോൾ സ്റ്റൗ കത്തിക്കണം നമുക്ക് എല്ലാവർക്കും അറിയാം ലൈറ്റിംഗ്
കേട്ടോ. അപ്പോൾ ഇമേജ് കാണുമ്പോൾ എന്ത് പറയണം? ലൈറ്റിംഗ്. ലൈറ്റിംഗ് എന്നാണ് പറയേണ്ടത്. ഓക്കെ, യെസ്. അടുത്ത ഇമേജിൽ എന്താ സംഭവിച്ചത്? പാൻ വെച്ചതാണ്. ഒരു പാൻ അല്ലേ, നമുക്ക് വീട്ടിൽ യൂസ് ചെയ്യുന്ന പാൻ ഇങ്ങനെ സ്റ്റവിൻ്റെ മുകളിൽ വെക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ ഈ വാക്കിൻ്റെ ഇതുവരെ പറഞ്ഞ വാക്കൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതായിരുന്നു. പറയാത്ത വാക്കാണെങ്കിൽ ഇതിപ്പോൾ എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ തൊട്ട് ബാക്കോട്ട് ആ പേജിൻ്റെ കാർഡിൻ്റെ ബാക്കിൽ എന്താ ഉള്ളത് നോക്കാം. എന്താ ഉള്ളത് അഭിനവേ? പുട്ട് എന്നാണ് പറയാം. അപ്പോൾ നമ്മളൊരു സ്ഥലത്തേക്ക് വെക്കുക, ഇടുക, ഇങ്ങനെയുള്ളതിനൊക്കെ നമ്മൾ എന്ത് പറയും? പുട്ട് എന്ന് പറയാം. പുട്ട് എന്ന് പറയാം. കണ്ടോ? ഷീ പുട്ട് ദ പാൻ ഓൺ ദ സ്റ്റവ് എന്ന് താഴെ എഴുതി കണ്ടോ? കണ്ടോ? ഷീ പുട്ട് ദ പാൻ ഓൺ ദ സ്റ്റവ്. അപ്പോൾ സ്റ്റവിൻ്റെ മുകളിൽ അവിടെ വെച്ച് നിന്നില്ലേ. അപ്പോൾ ഇത് കാണുമ്പോൾ പുട്ട് ദ പാൻ എന്ന് നിങ്ങൾ പറഞ്ഞാൽ, അത് ഇമേജ് കാണുമ്പോൾ എന്ത് പറയണം? പുട്ട് ദ പാൻ. സിമ്പിളാണ്. പുട്ട് ദ പാൻ. ഓക്കെ. അപ്പോൾ ആദ്യത്തെ ഇമേജ്, അടുത്ത ഇമേജ് കൊടുക്കുക. 2 ഇമേജ് കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് പറയാം. ഓക്കെ. ഈ ഇമേജിൽ എന്താ സംഭവിക്കുന്നത്? വെളിച്ചെണ്ണ ഇങ്ങനെ ഒഴിക്കുകയാണ്. ഈ ഒഴിക്കുക എന്നുള്ളതിന് നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒന്ന് തിരിച്ചു നോക്കിയേ. പോൾ. ശ്രദ്ധിച്ചു നോക്കിയേ. പോൾ എന്താ പറയുക? POUR എന്താ പറയുക? പോൾ. അപ്പോൾ പോറിങ് എന്ന് പറയും. പോറിങ്. ഓക്കെ, പോറിങ് എന്ന് പറഞ്ഞാൽ ഒഴിക്കുക, എണ്ണ ഒഴിക്കുന്നതാണ് പോറിങ് എന്ന് പറയാം. തിരിച്ചു പിടിച്ചേ. അപ്പോൾ ഇവിടെ ഈ ഇമേജ് കാണുമ്പോൾ നിങ്ങൾ എന്താ പറയേണ്ടത്? പോറിങ്. ഓക്കെ, യെസ്. അടുത്ത ഇമേജ് എടുത്ത്. ഈ ഇമേജിൽ എന്താ ചെയ്യുന്നത്? അത് കണ്ടിട്ട് കടുക് വഴറ്റുമ്പോൾ അതെ, കടുക് പൊട്ടിക്കുക അല്ലേ? അങ്ങനെ പറയാം. കടുക് താളിക്കുക. പല രീതിയിൽ ഓരോ സ്ഥലത്ത് ഓരോ ലാംഗ്വേജാണ്, ഓരോ രീതിയാണ് പറയുന്നത്. ലാംഗ്വേജ് അല്ല, ഓരോ പറയുന്ന രീതി വ്യത്യസ്തമാണ്. അപ്പോൾ ഇവിടെ എന്തായാലും കടുക് വർക്കാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇതിനെന്താ പറയാന്നുള്ളതിന് ഒന്ന് ജസ്റ്റ് ഒന്ന് ബാക്കോട്ട് മറിച്ച് നോക്കുക. ടെമ്പർ എന്നാണ്. ടെമ്പർ കണ്ടോ? ടെമ്പർ. അപ്പോൾ ടെമ്പറിങ് എന്ന് പറഞ്ഞാൽ ഈ കടുക് ഇങ്ങനെ വഴറ്റുക. പിന്നെ ഉലുവ, ചിലപ്പോൾ കടുകിന് വരെ ഉലുവ ഇടുന്നവരുണ്ട്. അപ്പോൾ ഉലുവ എങ്ങനെ ചെയ്യുക, പിക്കിളിനൊക്കെ വേണ്ടി അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ ടെമ്പറിങ് എന്നാണ് നിങ്ങൾ ഈ ഇമേജ് കാണുമ്പോൾ പറയേണ്ടത്. ആ ഇമേജ് എന്ന് കാണിച്ചാൽ ടെമ്പറിങ്. അപ്പോൾ ഈ ഇമേജ് കാണുമ്പോൾ എന്താ പറയണ്ടേ? ടെമ്പറിങ്. കണ്ടോ? അതിങ്ങനെ ഇളക്കുകയാണ് ടെമ്പറിങ് എന്നല്ലേ. കടുകിനിങ്ങനെ വറുത്തുകൊണ്ടിരിക്കുകയാണ്, കടുക് പൊട്ടിക്കുകയാണ്. യെസ്. ഇനി നിങ്ങളുടെ കയ്യിലുള്ള ഇമേജ് ഒന്ന് മിക്സ് ചെയ്യാം. ഇതുവരെയുള്ള മൊത്തം ഇമേജില്ലേ, മൊത്തം ഇമേജിന് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടയിൽ ഇങ്ങനെയാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഈ കാർഡ് ഉപയോഗിക്കേണ്ടത്. ഇതിങ്ങനെ മിക്സ് ചെയ്ത് വെക്കുന്നു, പല രീതിയിൽ ചെയ്ത് വെക്കുന്നു. ഓക്കെ. ഇനി ഇമേജ് കാണുമ്പോൾ ഇപ്പോൾ അജയ് ഓരോ ഇമേജ് ഇങ്ങനെ മാറ്റുന്നത് നോക്കിയിട്ട് അഭിനവ് പറയണം. ഓക്കെ. അല്ല, ഞാൻ നിങ്ങളോട് രണ്ടാളോട് ചോദിക്കാം. പക്ഷേ നമ്മുടെ പ്രിയപ്പെട്ട ഓഡിയൻസ് ആണ് ആദ്യം ഉത്തരം പറയേണ്ടത്. ഈ ഇമേജ് കാണുമ്പോൾ എന്താ പറയുക? ഓഡിയൻസ് ഒന്ന് പെട്ടെന്ന് പറയാം. എന്താ പറയുക അഭിനവേ? അത് പീലിംഗ്. വെരി ഗുഡ്. അടുത്ത ഇമേജ് എടുക്കൂ. ഈ ഇമേജ് കാണുമ്പോൾ എന്താ പറയുകയെന്ന് പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ പറയാം. നിങ്ങൾ എളുപ്പമാണ്. എന്താ പറയുക ജയ്? ലൈറ്റിംഗ്. ഓക്കെ, വെരി ഗുഡ്. അടുത്തത് ഈ ഇമേജ് കാണുമ്പോൾ എന്താ ആണെന്നുള്ളത് ഇത് ചിലപ്പോൾ ചില ആളുകൾക്ക് മറന്നു പോയിട്ടുണ്ടാവും. ഇത് ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും ഈ വാക്ക് കേൾക്കുന്നത്. സംഭവം നമ്മൾ കടുക് പറ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇതിൻ്റെ കറക്റ്റ് ഇംഗ്ലീഷ് വേർഡ് ടെമ്പറിങ്. പോപ്പപ്പ് എന്നൊരു വേർഡ് ഉപയോഗിക്കാറുണ്ട്, പക്ഷേ നമുക്ക് ടെമ്പറിങ് ഉപയോഗിക്കാം. ഓക്കെ. അപ്പോൾ ഇതെന്താ പറയുക അജയ്? ടെമ്പറിങ്. ഓക്കെ. അപ്പോൾ ഈ ഒരു ഇമേജ് മാറ്റി വെച്ചോ. അഭിനവിൻ്റെ അടുത്ത് മാറ്റി വെക്കൂ. നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടാത്ത ഇമേജ് അല്ലെങ്കിൽ പുതിയൊരു വാക്കാണെങ്കിൽ അതൊന്ന് മാറ്റി വെക്കണം. ഓക്കെ. ഈ കാണുന്ന ഇമേജ് ഇത് നോക്കിയിട്ട് നമ്മുടെ സുഹൃത്തുക്കൾ പെട്ടെന്ന് പറഞ്ഞു നോക്കുക, ട്രൈ ചെയ്യാം. അജയ് ഒന്ന് പറയൂ, ഇതെന്താ? അത് ചോപ്പിംഗ് അല്ലേ? ചെറുതായിട്ട് ഇങ്ങനെ മുറിക്കുകയാണ് അല്ലേ? കഷ്ണങ്ങളായിട്ട് മുറിക്കുക, അതിനാണ് ചോപ്പിംഗ് എന്ന് പറയുന്നത്. യെസ്, ചോപ്പിംഗ്. അടുത്ത ഇമേജ് വെക്കൂ. ഓക്കെ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളൊന്ന് പറഞ്ഞു നോക്കിയത് എന്തായിരുന്നു സംഭവം? ചില ആൾക്കാർ ഇത് മറന്നു പോയിട്ടുണ്ടാവും. അഭിനവ് പറയൂ. Put the pan on the stove. Yes, put the pan. Put എന്നാണ്. അപ്പോൾ put the pan. Okay. അല്ലേ? Put the pan on the stove. അത് വേണമെന്നില്ല. Put the pan. പാൻ വെക്കുന്നു. Okay. സ്റ്റവിൻ്റെ മുകളിൽ വെക്കുകയാണ്. അത്ര മാത്രം മതി. ഓക്കെ. ക്ലിയർ ആണല്ലോ? യെസ്. അടുത്ത ഇമേജ് എടുക്കൂ. യെസ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഇത് നോക്കിയിട്ട് പറയാം. നോക്കൂ, ഇവിടെ എന്താ ചെയ്യുന്നത് അജയ്? എണ്ണ ഒഴിക്കുകയാണ്. വെളിച്ചെണ്ണ ഇങ്ങനെ ഒഴിക്കുകയാണ്. അപ്പോൾ കോക്കനട്ട് ഓയിൽ ഇങ്ങനെ ഒഴിക്കുന്നത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ സുഹൃത്തുക്കൾ പെട്ടെന്ന് തന്നെ പറഞ്ഞു നോക്കുക. സുഹൃത്തുക്കളൊന്ന് പറഞ്ഞു നോക്കുക എന്താണ് ഇത് പറയാൻ നോക്കുക. ഓക്കെ. അപ്പോൾ ഇവിടെ എന്തെങ്കിലും പറയാം അജയ് പറയൂ. പോറിങ്. പോറിങ്. ആ ഇമേജ് ഒന്ന് മാറ്റി വെച്ചോ. ഓക്കെ. പോറിങ്. യെസ്. അപ്പോൾ നിങ്ങൾക്ക് പിന്നെ പെട്ടെന്ന് കിട്ടാത്ത ഇമേജ് എന്ത് ചെയ്യണം? ഇങ്ങനെ മാറ്റി വെക്കണം. ഓക്കെ. ഇനി ഈ ഇമേജ് കാണുമ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ എന്താ പറയുക? പെട്ടെന്ന് പറയാം. ഇതും ചില ആൾക്കാർക്ക് എളുപ്പമായിരിക്കും, ചില ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. ഓക്കെ. എന്താ പറയുക അഭിനവേ? റിൻസിങ്.
ഈ ഇമേജും നിങ്ങൾ അധികം അങ്ങനെ ഉപയോഗിക്കുന്നതല്ലോ നമ്മൾ. അല്ലല്ല. അപ്പോൾ ഇതൊന്ന് മാറ്റി വെക്കുക. നമുക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുന്ന സംഭവം നമ്മൾ മാറ്റി വെക്കും. ഈ പീലിംഗ് എളുപ്പമല്ലേ അല്ലേ? അപ്പോൾ ഈ ഇതിലിപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് മാറ്റി വെച്ച ആ ഇമേജുകളിൽ ഏതൊക്കെയാണെന്ന് നമ്മൾ നോക്കാം. ആ ഇമേജ് ഒന്ന് കൊടുക്കുക അജയൻ്റെ അടുത്ത്. ഇത് അപ്പോൾ നമുക്ക് കിട്ടാത്ത ബുദ്ധിമുട്ടുള്ളത് ആദ്യം നമ്മളൊന്ന് തറുവാക്കുക. ഇതെന്താ പറയുക പ്രിയപ്പെട്ട സുഹൃത്തുക്കളെന്ന് പറയാം? എന്താ പറയുക അജയ്? ടെമ്പറിങ്. അടുത്ത ഇമേജ് എടുക്കൂ. ഇമേജ് നോക്കുക. നമ്മളിപ്പോൾ പഠിച്ചാണ്. എന്താണ്? ഓക്കെ, അടുത്ത ഈ ഇമേജ് കാണുമ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ എന്താ പറയുക? പെട്ടെന്ന് പറഞ്ഞു നോക്കുക. നിങ്ങൾക്കിത് കിട്ടുന്നില്ല, നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ജസ്റ്റ് ആ കാർഡൊന്ന് തിരിച്ചു നോക്കുക. തിരിച്ചു നോക്കുമ്പോൾ എന്ത് പറയും? കണ്ടോ? എന്താ പറയുക? അപ്പോൾ പോറിങ് ഒഴിക്കുക എന്നുള്ളതിന് പോറിങ്. ഇൻസ്റ്റൻ്റ് ആയിട്ട് അവിടെ തന്നെ പഠിക്കാം. ഇതൊരു 4 തവണ നിങ്ങളിങ്ങനെ മിക്സ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോഴത്തേക്ക് ഇത് പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, അടുത്തൊന്ന് എടുത്തു കണ്ടോ? ഇത് കാണുമ്പോൾ എന്താണ്? അത് കണ്ടോ? റിൻസ്. അപ്പോൾ എന്ത് പറയും? റിൻസിങ്. ഓക്കെ, റിൻസിങ്. അപ്പോൾ ഈ ഇമേജുകൾ ആദ്യം നിങ്ങൾ ഈ വാക്കുകളാണ് ആദ്യം പഠിക്കേണ്ടത്. ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന വാക്കുകളല്ലേ ഇതെല്ലാം തന്നെ? നമുക്ക് ആവശ്യമുള്ള വാക്കുകളാണ്. ഇത് ഇങ്ങനെ നമുക്ക് ഒരു 7 കാർഡ് എടുക്കുക. 7 കാർഡ് ഇങ്ങനെ പ്രോപ്പറായിട്ട് ഇതുപോലെ ചെയ്യാം. അതൊന്ന് മിക്സ് ചെയ്യുക. ഇനി വീണ്ടും മിക്സ് ചെയ്യാം. ഇത് രസമായിട്ട് ഇങ്ങനെ വേറെ ഒരാളോട് വേണമെങ്കിൽ കാർഡ് എടുത്ത് ഇങ്ങനെ ചോദിക്കാം. ഓക്കെ, അജയ്ക്ക് വേണമെങ്കിൽ ചോദിക്കാം. ഓരോന്ന് ഇഷ്ടമുള്ള എടുത്തിട്ട് അഭിനവനോട് ചോദിക്കാം. ഓക്കെ, ഇഷ്ടമുള്ള കാർഡ് ഇടയിൽ നിന്ന് എടുക്കുക. അജയ് ഇഷ്ടമുള്ള ഒരു കാർഡ് എടുക്കുക, ചോദിക്കൂ. ഓക്കെ, ഓഡിയൻസ് ആദ്യം പറയട്ടെ. ഇത് കാണുമ്പോൾ ഓഡിയൻസ് ആദ്യം പറയാം എന്താണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അഭിനവ് പറയൂ. ടെമ്പറിങ്. വെരി ഗുഡ്. ഓക്കെ, അടിയിലേക്ക് വെച്ചോ. വേറെ കാർഡ് എടുത്തോ. അജയ് ഇടയിൽ നിന്ന് എടുക്കാം. ഇത് കാണുമ്പം ഓഡിയൻസ് പറയട്ടെ. ഓക്കെ, പറയൂ അജയ്. പുട്ട് ദ പാൻ. വെരി ഗുഡ്. ഓക്കെ, അടുത്തെടുക്കൂ. യെസ്, നമ്മുടെ സുഹൃത്തുക്കൾ ഇത് നോക്കുന്നവർ പെട്ടെന്ന് പറയാം. എന്താ പറയുക? പോറിങ്. റൈറ്റ്. ഓക്കെ, ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഇതിൻ്റെ കൂടെ ഇപ്പോൾ ഒരു ലേഡി അല്ലേ? ഒരു ലേഡി ആയതുകൊണ്ട് നമുക്കിതിന് ഷീ എന്ന് പറയും. സ്ത്രീകൾക്ക്, കുട്ടികളാണെങ്കിലും വലിയ ആൾക്കാരാണെങ്കിലും ഒക്കെ ഷീ ആണ്. അവൾ, അവനല്ല അവൾ എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കാം. നമ്മൾ കുറച്ച് ബഹുമാനത്തോട് പറയുകയാണെങ്കിലും ഷീ തന്നെയാണ്. കാരണം ഷീ എന്നുള്ളത് സ്ത്രീകളെ ബഹുമാനത്തിൽ പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അത് കുട്ടിയാണെങ്കിലും വലിയ ആളാണെങ്കിലും. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ എന്താ ഒഴിക്കുക എന്നാണ് അല്ലേ? ഒഴിക്കുന്നതിന് എന്താ പറയുക? പോറിങ്. ഇപ്പോൾ നിങ്ങൾ നോക്കുന്ന സമയത്ത് നിങ്ങളിപ്പോൾ കിച്ചണിൽ പോയി നോക്കുക. അപ്പോൾ നിങ്ങളുടെ സിസ്റ്ററോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ അമ്മയോ ആരെങ്കിലും എന്ത് ചെയ്യുന്നു? ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ കടുക് ഇങ്ങനെ പൊട്ടിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നത്? അപ്പോൾ ആ വെളിച്ചെണ്ണ ഇങ്ങനെ പാനിലേക്ക് ഒഴിക്കുകയാണ്. അപ്പോൾ ഇത് നോക്കിയിട്ട് നിങ്ങൾ പറയുകയാണ് ഷീസ് പോറിങ് എന്താണ്? കോക്കനട്ട് ഓയിൽ. ഓക്കെ, ഷീസ് പോറിങ് കോക്കനട്ട് ഓയിൽ. ഇനി നിങ്ങൾ ഈ ഇമേജ് കാണുമ്പോൾ പറയേണ്ടതാണ് ഷീസ് പോറിങ് കോക്കനട്ട് ഓയിൽ. ഒന്ന് പറഞ്ഞു നോക്കാം അഭിനവേ. ഷീസ് പോറിങ് കോക്കനട്ട് ഓയിൽ. വെരി ഗുഡ്. ഷീസ് പോറിങ് കോക്കനട്ട് ഓയിൽ. ക്ലിയർ ആണോ? യെസ്. അടുത്ത ഇമേജ് എടുക്കുക. ഇത് നോക്കിയിട്ട് ഇതേപോലെ ഷീസ് ഉപയോഗിച്ചിട്ടാണ് പറയേണ്ടത്. ഷീസ്, അത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം എന്നുള്ള അർത്ഥത്തിലാണ് ഷീസ്. നിങ്ങൾ നോക്കുന്ന സമയത്ത് നിങ്ങളുടെ സിസ്റ്റർ എന്ത് ചെയ്യുന്നുണ്ട്? കിച്ചണിൽ എന്താ ചെയ്യുന്നത് അഭിനവേ? പച്ചക്കറി വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശരിക്കും വാഷിംഗ് അല്ല, ഇതിനെന്താ പറയുക? റിൻസിങ്. അപ്പോൾ എങ്ങനെ പറയും? ഷീസ് റിൻസിങ്. എന്താണ്? The vegetables. She is rinsing the vegetables. ഒന്ന് പറഞ്ഞു നോക്കുക അജയ്. She is rinsing the vegetables. വെരി ഗുഡ്. അടുത്ത ഇമേജ് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ഓഡിയൻസ് ആണ് പറയേണ്ടത്. നിങ്ങൾ ഇതേപോലെ തന്നെ ഈ സെൻറ്റൻസ് പറയാം. ഇത് നോക്കിയിട്ട് പറയാം. ഓക്കെ, എങ്ങനെ പറയാം അജയ്? She is peeling the onion. She is peeling the onion. അണ്ടാ, she is peeling the onion. വെരി ഗുഡ്. She is peeling the onion. റൈറ്റ്. അടുത്ത ഇമേജ് ഇതേപോലെ നിങ്ങൾ പറയാം. കണ്ടെടുക്കുന്ന സുഹൃത്തുക്കളാണ് പറയേണ്ടത്. ഈ ഇമേജ് നോക്കിയിട്ട് പറയാം. എങ്ങനെയായിരിക്കും അഭിനവ് പറയാം? ഷീസ് ലൈറ്റിംഗ് ദ സ്റ്റവ്. ഷീസ് ലൈറ്റിംഗ് ദ സ്റ്റവ്. ഓക്കെ, യെസ്. അടുത്ത ഇമേജ് എടുക്കൂ. ഇവിടെ എന്താ ചെയ്യുന്നത്? അവിടെ ചോപ്പ് ചെയ്യാണ്. അപ്പോൾ എങ്ങനെ പറയും? ഷീസ് ചോപ്പിംഗ് ദ വെജിറ്റബിൾസ്. ഇവർ പറയുന്നേക്കാളും വേഗതയിൽ നമ്മുടെ ഓഡിയൻസ് കേട്ടുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കൾ പറയാൻ കേട്ടോ. ഇവർ പറയുന്നതിന് മുമ്പേ നിങ്ങൾ ആദ്യം പറയാൻ ശ്രമിക്കണം. ഓക്കെ, രീതി അടുത്തെടുക്കുക. യെസ്, ഇവിടെ എന്താണ് ചെയ്യുന്നതെന്നുള്ളത് നിങ്ങൾ നോക്കുക. എന്നിട്ട് പെട്ടെന്ന് പറയാം. അജയ് പറയൂ. ഷീസ് ടെമ്പറിങ്. പിന്നെ ഒരു കാര്യം കൂടി പറയണം. മസ്റ്റർഡ്. കടുകിന് എന്താ പറയുക? മസ്റ്റർഡ് സീഡ്സ് എന്നൊക്കെ പറയാം. പക്ഷെ എന്നാലും നമുക്ക് മസ്റ്റർഡ് എന്ന് പറഞ്ഞാലും ആൾക്ക് മനസ്സിലാവും. ഷീസ് ടെമ്പറിങ് മസ്റ്റർഡ് സീഡ്സ് അല്ലെങ്കിൽ മസ്റ്റർഡ്. യെസ്, ഷീസ് ടെമ്പറിങ് മസ്റ്റർഡ്. ഓക്കെ, ക്ലിയർ. അടുത്തത്. അപ്പോൾ ഇത് കണ്ടിട്ട് നമ്മുടെ സുഹൃത്തുക്കൾ പറയാം. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. എങ്ങനെ പറയാം അജയ്?
She put the pan on the stove. അപ്പോൾ ഇവിടെ ഈസ് ഉപയോഗിക്കണം. ഷീ ഈസ് She പുട്ടിംഗ് ദ is പാൻ. putting the pan on the stove. യെസ്, ഷീ ഈസ് പുട്ടിംഗ് ദ പാൻ On the stove. ഓൺ ദ സ്റ്റവ്. അപ്പോൾ സ്റ്റവിൻ്റെ മുകളിൽ നമ്മളിങ്ങനെ നോക്കിയപ്പോൾ നമ്മുടെ സിസ്റ്റർ ഇങ്ങനെ സ്റ്റവിൻ്റെ മുകളിലേക്ക് പാത്രം ഇങ്ങനെ എടുത്ത് വെക്കുക, പാൻ എടുത്ത് വെക്കുകയാണ്. അപ്പോൾ ഷീ ഈസ് പുട്ടിംഗ് ദ പാൻ On the stove. ഓൺ ദ സ്റ്റവ്. അടുത്തും കൂടെ. യെസ്, ഇത് നമ്മൾ പറഞ്ഞ അല്ലേ? യെസ്, ഇത് ഒന്ന് പറഞ്ഞ അഭിനവേ എങ്ങനെ പറയും? She's pouring the coconut oil. ഷീ ഈസ് പോറിംഗ് ദ കോക്കനട്ട് ഓയിൽ. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ ഓക്കെ, അപ്പോൾ ഈ ഐഡിയ നിങ്ങൾക്ക് കിട്ടിയില്ലേ? കിട്ടി sir. ഓക്കെ, Yes, yes. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കൾക്ക് ഈ ഐഡിയ കിട്ടി ഞാൻ കരുതുകയാണ്. ഇനി എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇതിൻ്റെ തുടർച്ചയായിട്ടുള്ള ബാക്കി വാക്കുകൾ നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. Okay. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അഭിനവ അതിന് ബാക്കിയുള്ള ആ 7 എടുത്ത് 7 കൂടി ബാക്കിയില്ലേ? ആ കാർഡ് വിട്ടു 7-8 കൊണ്ട് ബാക്കിയില്ലേ? ഓക്കെ, ഇതിലും കുറേ കാർഡുകളുണ്ട് അല്ലേ? ഇത് നമുക്ക് ഈ ഓർഡറിൽ പഠിച്ചു പോവാം. Okay. ഓക്കെ, ഇതിൽ ഇപ്പോൾ കാണുന്ന സംഭവം എന്താണ്? ഇതില് വഴറ്റാണ്. എന്താ വഴറ്റുന്നത്? ഉള്ളി, മുളക് കാണുന്നുണ്ട്. ഉള്ളി മുളകൊക്കെ ഇങ്ങനെ വഴറ്റിയാണ് അല്ലേ? വഴറ്റിയെടുക്കുക. ഈ വഴറ്റിയെടുക്കുക എന്നുള്ളതിന് ഇംഗ്ലീഷിൽ എന്താ പറയുക ചോദിക്കുക. അതാണ് ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത്. അതാണ് സോർട്ടിങ്. എന്താ പറയുക? Sorting. SAUTEING. അതാണ് സോർട്ടിങ്. ഓക്കെ, അപ്പോൾ സോർട്ടിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? വഴറ്റുക എന്നാണ് പറയുക. അപ്പോൾ ഈ ഇമേജ് കാണുമ്പോൾ നിങ്ങൾ കണ്ടോ, അതിനകത്ത് നോക്കി സവോള ഇട്ട് ഇങ്ങനെ ഒരു ഇളക്കി ഇങ്ങനെ വഴറ്റിയെടുക്കുന്നത് കാണുന്നില്ലേ? ഇളക്കുന്നത് കാണുന്നില്ലേ അഭിനവേ? കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾ പറയേണ്ടത് സോർട്ടിങ് എന്നാണ് പറയാം. ക്ലിയർ? Sorting. ഓക്കെ, അപ്പോൾ ഇനിയുള്ള വാക്കുകൾ ശ്രദ്ധിക്കണം. ഇനി നിങ്ങൾ പലപ്പോഴും ഇപ്പോൾ വഴറ്റുക എന്നുള്ളതിന് നിങ്ങൾ എന്താ വേർഡ് നിങ്ങൾ ഫ്രൈ ആയിരിക്കും ഉപയോഗിച്ചിട്ടുണ്ടാവുക. ഫ്രൈ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയല്ല, സാധനം വേറെ രീതിയല്ല, സംഭവം മൊത്തത്തിൽ മാറി. ഓക്കെ, ഇത് ഫ്രൈ അല്ല, ഇത് വഴറ്റുക. അപ്പോൾ എന്താ പറയുക? സോർട്ടിങ്. ടാ വേണ്ട, സോർട്ടിങ്. ഷീ ഉപയോഗിച്ചിട്ട് എങ്ങനെ പറയും? She is sorting. ഷീ സോർട്ടിങ് എന്താണ് വഴറ്റുന്നത്? The Onion. Onions. She's sorting the onions and chilies. വേണം, ചില്ലീസ് അതിനകത്ത് കാണുന്നുണ്ട് അല്ലേ? മുളകും കാണുന്നുണ്ട്, സവോളയും കാണുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ നമുക്ക് പറയാം ഷീ ഈസ് സോർട്ടിങ് ചില്ലീസ് ആൻഡ് അനിയൻസ് എന്ന് പറയാം. ഓക്കെ, അടുത്ത ഇമേജ് എടുക്കാം. ഈ ഇമേജിൽ നമ്മൾ മുളക് പൊടി അല്ലേ, മീൻസ് മസാലപ്പൊടികളൊക്കെ ഇങ്ങനെ ഇട്ടാണ്. മുളക് പൊടി മാത്രമല്ല മസാലപ്പൊടികൾ ഇട്ടാണ്. ഈ മസാലപ്പൊടികൾക്ക് നമുക്ക് പൊതുവിൽ നമുക്കറിയാം സ്പൈസ് ആണ് അല്ലേ? സ്പൈസസ്. അപ്പോൾ സ്പൈസ് പൗഡേഴ്സ് ആണ് ഇപ്പോൾ ഇടുന്നത്. സ്പൈസ് പൗഡർ. ഓക്കെ, ചേർക്കുക എന്നുള്ളതിന് ആഡ് എന്നാണ് നമ്മൾ ആഡ് ചെയ്യാന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ആഡ് ചെയ്യുന്നത് എന്താണ്? സ്പൈസ് പൗഡർ. അപ്പോൾ ഈ ഇമേജ് നിങ്ങൾ പറയണം ഷീസ് ആഡിങ് സ്പൈസ് പൗഡർ. പക്ഷെ ഒരു കാര്യം കൂടി നിങ്ങളിവിടെ ശ്രദ്ധിക്കണം. ഉണ്ടോ, ഇവിടെ ഒരു നുള്ളാണ് ചേർക്കുന്നത്, ഒരു നുള്ള്. ഈ ഒരു നുള്ള് എന്ന ഇതിന് പറയുന്നതിന് നമ്മൾ പിഞ്ച് എന്നാണ് പറയുക. പിഞ്ച്, PINCH എന്ന് പറഞ്ഞാൽ PINCH. പിഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു നുള്ള്. ഓക്കെ, അപ്പോൾ ഷീസ് ആഡിങ് എ പിഞ്ച് ഓഫ് സ്പൈസ് പൗഡർ. കണ്ടോ, ഷീസ് ആഡിങ് എ പിഞ്ച് ഓഫ് സ്പൈസ് പൗഡർ. അതാണ്. അപ്പോൾ ഒരു നുള്ളു ഉപ്പ ചേർക്കുന്നത് എങ്ങനെ പറയാം അഭിനവേ? She's adding a pinch of salt. സാൾട്ട് എന്ന് പറയുന്നത് സോൾട്ട്. ഷീസ് ആഡിങ് എ പിഞ്ച് ഓഫ് സോൾട്ട്. ഓക്കെ, ഒന്ന് അജയ് പറഞ്ഞേ. She's adding a pinch of spice powder. She's adding a pinch of spice powder. Okay. നേരത്തെ കണ്ട ഇമേജ് ഏതായിരുന്നു? അത് sorting. Sorting. Okay. Sorting എന്നാണ് പറയാ കേട്ടോ. Okay. She's sorting onion and chili. Very good. She's sorting onion and chili. Okay. ഇനി ഇത് ബാക്കോട്ട് വെച്ചോ. അപ്പോൾ ഇത് എങ്ങനെ പറയും? She's adding a pinch of spice powder. Yes. Pinch of spice powder. She's adding a pinch of spice powder. Very good. അടുത്തത് ഇവിടെ നോക്കി എന്താ ചെയ്യുന്നത് അജയ്? തേങ്ങ ചിരവ്. ഈ തേങ്ങ ചിരവുന്നതിന് എന്താ പറയുക? പലരും നമ്മളിങ്ങനെ തേങ്ങ ചിരവുക എന്നൊക്കെ പറയുന്ന സമയത്ത് എടുക്കുന്നുണ്ടാവും അല്ലേ? ഇങ്ങനെ ചിരവി എടുക്കുന്നതിന് പറയും, ചിരവുന്നതിന് പറയാം സ്ക്രാപ്പ് എന്നാണ് പറയുക. സ്ക്രാപ്പിംഗ്. മാന്തുക എന്നുള്ളതിനും ചിരവുക എന്നുള്ളതിനൊക്കെ പറയാം. നമുക്ക് ശരിക്കും മാന്തുകയാണല്ലോ ചെയ്യുന്നത്. ചിരവിൻ്റെ മാന്തി സ്ക്രാപ്പിയാണ്. അപ്പോൾ സ്ക്രാപ്പിംഗ്. ഓക്കെ, അപ്പോൾ സ്ക്രാപ്പിംഗ് എന്താണ്? കോക്കനറ്റ് ആണ്. She's scraping the coconut. ഷീസ് സ്ക്രാപ്പിംഗ് കോക്കനട്ട്. റൈറ്റ്. ഓക്കെ, ഈ നമ്മളെ അതിൻ്റെ ചിരട്ടയ്ക്ക് എന്താ ഇംഗ്ലീഷ് പറയാം? കോക്കനട്ട് ഷെൽ. വെരി ഗുഡ്. കോക്കനട്ട് ഷെൽ എന്ന് പറയാം. അങ്ങനെയാണ് ഉള്ളിലുള്ള കാമ്പിന് എന്താ പറയുക? പറയൂ, കേട്ടിരിക്കുന്ന സുഹൃത്തുക്കൾക്ക് ആർക്കെങ്കിലും ഉത്തരം പറയാൻ പറ്റുന്നുണ്ടോ ഞാൻ നോക്കട്ടെ. കോക്കനട്ട് സ്റ്റഫ് അല്ല, ടെൻഡർ എന്ന് പറഞ്ഞാൽ നമുക്ക് കരിക്കില്ലേ, അതിനാണ് ടെൻഡർ എന്ന് പറയുന്നത്. അതായത് മീൻസ് അധികം പാകമാകാത്ത ആ തേങ്ങ പാകമാകാതെ അത് അതിനാണ് ആ കരിക്കെന്ന് പറയുന്നത്. ആ കരിക്കിനാണ് നമ്മൾ ടെൻഡർ കോക്കനട്ട് എന്ന് പറയുന്നത്. ഇത് പൾപ്പാണോ? അല്ല, ഇതിന് നമ്മൾ പറയുന്നത് രണ്ട് രീതി പറയും. ഒന്നെങ്കിൽ കോക്കനട്ട് മീറ്റ് എന്ന് പറയും, ഇറച്ചിയില്ലേ മീറ്റ്, അത് പറയും.
അതാണ് അധികം പറയുന്ന ഒരു സംഭവം. അതാണ് കോക്കനട്ട് മീറ്റ്. മീറ്റ് എന്ന് പറയും. കോമൺ ആയിട്ട് അങ്ങനെ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് കോക്കനട്ട്. ഇത് പലർക്കും അറിയില്ല ഇതിൻ്റെ കാമ്പിന് എന്താ പറയാന്ന്, അല്ലേ? അതെ അതെ. അങ്ങനെ ആളുകൾക്ക് ആദ്യം അറിയാത്തൊരു സംഭവം. ഒരുപാട് വാക്കുകളുണ്ട്, അതിലൊന്നാണ് ഞാനിപ്പോൾ പറഞ്ഞത് കോക്കനട്ട് മീറ്റ്. എല്ലാം കൂടെ പറഞ്ഞ കൺഫ്യൂഷൻ വേണ്ട. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ എന്ത് പറയാം? കോക്കനട്ട് മീറ്റ് എന്ന് തന്നെ പറയാം കേട്ടോ. കോമൺ ആയിട്ട് വിദേശ രാജ്യങ്ങളിലൊക്കെ പറയുന്ന ഒരു സംഭവമാണ്. ഓക്കെ. അതാണ് അങ്ങനെ പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നത്? She's scraping the coconut meat. യെസ്, കോക്കനട്ട് മീറ്റ് എന്ന് വേണമെന്നില്ല, കോക്കനട്ട് എന്ന് പറഞ്ഞാൽ മതി. ഷീസ് സ്ക്രാപ്പിംഗ് ദ കോക്കനട്ട്. ഷീസ് സ്ക്രാപ്പിംഗ് ദ കോക്കനട്ട്. ഓക്കെ, അടുത്തെടുക്കുക. ഉണ്ട് ഇവിടെ എന്ത് ചെയ്യുന്നത്? കോക്കനട്ടിൽ നിന്ന് എന്ത് ചെയ്തു? പാല്. മിൽക്ക്. കോക്കനട്ട് മിൽക്ക് എടുത്തു. മിൽക്ക് എടുത്തിട്ട് അങ്ങനെ ഒഴിക്കുകയാണ്. ഒഴിക്കുന്നതിന് ഓൾറെഡി നമ്മളൊരു സംഭവം പഠിച്ചിട്ടുണ്ട്. എന്തായിരുന്നു? എണ്ണ ഒഴിക്കുമ്പോൾ pouring the coconut milk. വെരി ഗുഡ്. ഷീസ് pouring the coconut milk. വെരി ഗുഡ്. ഷീസ് pouring the coconut milk. ഷീസ് pouring the coconut milk. ഓക്കെ, Okay. അടുത്ത് പറയൂ. ഇവിടെ നോക്കി എന്താ ചെയ്യുന്നത്? ഇളക്കുക. ഇളക്കുകയാണ് ചെയ്യുന്നത് അല്ലേ? കണ്ടോ, ഇവിടെ നല്ല വെറൈറ്റി ഫുഡാണ് ഉണ്ടാക്കുന്നത്. ആദ്യം വെജിറ്റബിൾസ് ഉണ്ടാക്കി ഫുഡ് നല്ല ശരിക്കും പറയാം ഡിഷ് എന്നാണ് പറയുക. ഡിഷ് വിഭവം ഡിഷ്. അപ്പോൾ നേരത്തെ വെജിറ്റബിൾ കട്ട് ചെയ്തു, അതിലേക്ക് ഇപ്പോൾ കോക്കനട്ട് ചെരുവി അതിൻ്റെ മിൽക്ക് എടുത്ത് ഒഴിച്ചു. കണ്ടോ, എന്നിട്ട് അതിന് ശേഷം അത് ഇളക്കുകയാണ്. ഈ ഇളക്കുന്നതിന് പറയുന്ന സ്റ്റിർ. STIR. സ്റ്റിർ. ഓക്കെ. STIRR എന്ന് പറഞ്ഞാൽ സ്റ്റിറിങ്. STIRRING ആണ് സ്റ്റിറിങ്. ഓക്കെ. അപ്പോൾ സ്റ്റിറിങ് എന്ന് പറഞ്ഞാൽ ഇളക്കുക, ഇളക്കിക്കൊണ്ടിരിക്കുക എന്നുള്ള സംഭവത്തിലാണ്. ഷീ സ്റ്റിറിങ് കറി, അല്ലെങ്കിൽ ഷീ സ്റ്റിറിങ് ദ ഡിഷ് അങ്ങനെ പറയാം. അല്ലെങ്കിൽ ഷീ സ്റ്റിറിങ് ദ കറി. കറി എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ മലയാളം വേർഡല്ല, ഇംഗ്ലീഷ് വേർഡാണ്. പല ആൾക്കാരും അയ്യോ കറിയൊക്കെ അത് മലയാളം വേർഡല്ലേ എന്ന്. മലയാളം വേർഡല്ല, കറി എന്നുള്ളത് ഇംഗ്ലീഷ് വേർഡാണ്. അപ്പോൾ മലയാളത്തിൽ എന്താ പറയുന്നറിയോ? മലയാളത്തിൽ പറയുന്നവരാണ് കൂട്ടാൻ. അതായത് ചോറിൻ്റെ കൂടെ കൂട്ടുന്ന എന്തോ അതാണ് സംഭവം. ഓക്കെ, അതാണ് പറയുന്നത്. അപ്പോൾ അതെ, അപ്പോൾ ഇംഗ്ലീഷ് വേർഡ് ശരിക്കും എന്താണ്? കറിയാണ്. കറി. ഓക്കെ. അപ്പോൾ ഷീസ് സ്റ്റിറിങ് ദ കറി. Okay? She's stirring the curry. Very good. She's stirring the curry. She's stirring the curry continuously. അല്ലെ she's stirring the curry slowly. സാവധാനം ഇങ്ങനെ ഇളക്കാണ്. ഓക്കെ. യെസ്, അടുത്തെടുക്കാം. ഈ ഇമേജ് നോക്കിയേ. ഇവിടെ എന്താ ചെയ്യുന്നത്? വിനാഗിരി ഒഴിക്കുകയാണ് അല്ലേ? വിനാഗിരി ഒഴിക്കുകയാണ്. അപ്പോൾ ഒഴിക്കുന്നതിന് നമ്മൾ ഓട്ടോമാറ്റിക്കലി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇവിടെ ശരിക്കും വിനാഗിരി ഒഴിക്കുകയല്ല ചെയ്യുന്നത്. ഈ വിനാഗിരി ചേർത്ത് അതിനെ കുറച്ച് ടേസ്റ്റി ആക്കി മാറ്റുക. അതായത് ഇവിടെ ഒഴിക്കുക തന്നെയാണ്, പക്ഷേ ഒഴിക്കുന്നതോടൊപ്പം തന്നെ ഇവിടെ വേറൊരു കാര്യം നടക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ചിലപ്പോൾ ഒലീവ് ഓയിൽ, കോക്കനട്ട് ഓയിൽ അല്ലെങ്കിൽ വിനാഗിരിയൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഒഴിച്ചിട്ടിങ്ങനെ അതിൻ്റെ ടേസ്റ്റ് ഒന്നുകൂടി ഒരു നന്നാക്കും. എന്തെങ്കിലും സ്പെഷ്യൽ, ഇപ്പോൾ ചിലപ്പോൾ ചില പൊടികളൊക്കെ ഇട്ടിട്ട് അതിൻ്റെ അജിനോമോട്ടൊക്കെ അതിൻ്റെ ഭാഗമാണ്. അജിനോമോട്ടൊക്കെ ടേസ്റ്റ് വർദ്ധിപ്പിക്കാൻ ചെയ്യുന്നതല്ലേ? ഇങ്ങനെ രുചി വർദ്ധിപ്പിക്കുക എന്നതിന് ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് സീസണിങ്. എന്താ പറയുക? സീസണിങ്. അപ്പോൾ ഷീസ് സീസണിങ് ദ ഡിഷ് വിത്ത് വിനെഗർ. ഷീസ് സീസണിങ് എന്ന് പറഞ്ഞാൽ അവൾ രുചി ഇങ്ങനെ വർദ്ധിപ്പിക്കുകയാണ് വിത്ത് വിനെഗർ. ഷീസ് സീസണിങ് ദ ഡിഷ് എന്ന് പറഞ്ഞാൽ ഡിഷിൽ രുചി വർദ്ധിപ്പിക്കാൻ എന്തുപയോഗിച്ച്? വിത്ത് വിനെഗർ. വിനെഗർ ഉപയോഗിച്ച്. വിനെഗർ. അപ്പോൾ ഒന്ന് പറഞ്ഞു നോക്കിയേ. She's seasoning the dish with vinegar. യെസ്, അഭിനവ് പറയൂ. She is seasoning the dish with vinegar. യെസ്, ഷീ ഈസ് സീസണിങ് ദ ഡിഷ് വിത്ത് വിനെഗർ. ഓക്കെ. അടുത്തെടുക്കുക. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇതെന്താ സംഭവം? ഇതൊന്ന് ഒന്ന് ക്ലോസ് ചെയ്ത് കാണുന്ന ആളുകൾക്ക് മനസ്സിലാവും ഇതിനകത്ത് എന്താ നടക്കുന്നത്. ക്ലോസ് ചെയ്ത് നിങ്ങൾ നോക്കിയാലേ മനസ്സിലാവുള്ളൂ. ഇത് പതക്കെയാണ്. പതക്കെയാണ് അല്ലേ? അതായത് ഇങ്ങനെ ചെറു തീയിൽ ഇങ്ങനെ തിളച്ച് വരുമ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ കൊമളകൾ വരില്ലേ? നമ്മൾ ചെറിയ തീയിൽ ഇങ്ങനെ തിളപ്പിക്കുകയാണ്. അപ്പോൾ ചെറിയ ചെറിയ കൊമളകൾ വന്ന് ഇങ്ങനെ ചെയ്യാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന ഇതിന് പറയുന്ന പേര് സിമ്മറിങ് എന്നാണ് പറയുക. സിമ്മറിങ്. നമ്മൾ പറയില്ലേ ഗ്യാസൊക്കെ സിമ്മിൽ വെക്കാൻ പറയില്ലേ? സിമ്മിലിടാൻ പറയില്ലേ? അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ പതുക്കെ വേവിക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ ഷീ സിമ്മറിങ് എന്താണ്? ഷിമ്മറിങ് ദ കറി ഓൺ എ ലോ ഫ്ലെയിം. ഷീ സിമ്മറിങ് ദ കറി ഓൺ എ ലോ ഫ്ലെയിം. ലോ ഫ്ലെയിം എന്ന് പറഞ്ഞാൽ കുറഞ്ഞ ഫ്ലെയിമിൽ, കുറഞ്ഞ തീയിൽ, ചെറു തീയിൽ ഇങ്ങനെ വേവിച്ചെടുക്കുക, തിളപ്പിച്ചെടുക്കുക. ചെറു തീയിൽ ഇങ്ങനെ തിളപ്പിച്ചെടുക്കുന്നതിനാണ് പറയുക എന്താ പറയുക? സിമ്മറിങ്. അപ്പോൾ ഷീ സിമ്മറിങ് ദ curry on a low flame. She's simmering the curry on a low flame. Okay. Yes. അടുത്ത ഇമേജ് എടുക്കൂ. ഇതിപ്പോൾ എന്താ ചെയ്യുന്നത്? കറി എടുത്ത് വെക്കുക. ഈ എടുത്ത് വെക്കുക, വാങ്ങി വെക്കുക എന്ന് ഒരുപാട് വാക്കുകൾ ഉപയോഗിക്കാം. ഇല്ല, ഇതൊരു സിമ്പിളായ കാര്യമല്ലേ? പക്ഷേ നമ്മൾ എങ്ങനെയായിരിക്കും ഇംഗ്ലീഷിൽ പറയാൻ നമുക്ക് കൺഫ്യൂഷൻ ആയിരിക്കും. എടുത്ത് വെക്കുക. ഇതിപ്പോൾ എന്താ പറയുക?
നല്ല കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ സിമ്പിളാണ്. ഷീ ടേക്ക് ദ പാൻ ഓഫ് ദ സ്റ്റൗ. ഷീസ് അപ്പോൾ ഇവിടെ എടുത്തുകൊണ്ടിരിക്കുന്നത്, അപ്പോൾ പാത്രം ഇങ്ങനെ സ്റ്റൗവിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നിങ്ങൾ ചെല്ലുന്നത്. നിങ്ങൾ മദർ, നിങ്ങളുടെ അമ്മ വീട്ടിൽ നിങ്ങൾ കിച്ചണിലേക്ക് ചെല്ലുമ്പോൾ അമ്മ ഇങ്ങനെ അടുക്കളയിൽ നിന്ന് ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് സ്റ്റൗവിൻ്റെ മുകളിൽ നിന്ന് കൊണ്ട് പുറത്തേക്ക് എടുത്തു വെക്കുക. അപ്പോൾ പറയാൻ പറ്റും ഷീസ് ടേക്കിംഗ്, ING ഉപയോഗിച്ചിട്ട് ഷീസ് ടേക്കിംഗ് ദ പാൻ ഓഫ് ദ സ്റ്റൗ. എന്ത് പറയും? ഷീസ് ടേക്കിംഗ് ദ പാൻ ഓഫ് ദ സ്റ്റൗ. വെരി ഗുഡ്. ഷീസ് ടേക്കിംഗ് ദ പാൻ ഓഫ് ദ സ്റ്റൗ. ഓഫ് ദ സ്റ്റൗ, അതാണ് പ്രത്യേകം പറയേണ്ടത്. ഷീസ് ടേക്ക് ഓഫ് എന്നാണ് നമ്മൾ പറയേണ്ടത്. അപ്പോൾ ടേക്കിംഗ് ദ പാൻ ഓഫ് ദ സ്റ്റൗ. അപ്പോൾ ടേക്ക് എന്ന് പറഞ്ഞാൽ എടുക്കാന്ന് നമ്മൾ പറയല്ലേ, അത് തന്നെ. അപ്പോൾ ഷീസ് ടേക്കിംഗ് ദ പാൻ ഓഫ് ദ സ്റ്റൗ. ഒന്ന് പറഞ്ഞു നോക്കാം അഭിനവേ. ഷീസ് ടേക്കിംഗ് ദ പാൻ ഓഫ് ദ സ്റ്റൗ. വെരി ഗുഡ്, വെരി ഗുഡ്. ഷീസ് ടേക്കിംഗ് ദ പാൻ ഓഫ് ദ സ്റ്റൗ. അതുപോലെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് OF എന്ന് പോരാം, OFF ആണ് വേണ്ടത്. ടേക്ക് ഓഫ് എന്നുള്ള സമയത്ത് OFF ആണ് വേണ്ടത് കേട്ടോ. ഷീസ് ടേക്കിംഗ് ദ പാൻ ഓഫ് ദ സ്റ്റൗ. ഓക്കെ, ക്ലിയർ? ഇനി ജസ്റ്റ് ഇതേപോലെ തന്നെ നമ്മൾ മുമ്പ് പഠിച്ച വാക്കുകളാണ്. അടുത്ത ഇമേജ് എടുത്തത്. അപ്പോൾ ഇത് ശരിക്കും ഇനി ഈ കാർഡുകൾ നിങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് ഈ കാർഡ് നോക്കി നിങ്ങൾ ഇങ്ങനെ പറയണം. ഈ കാർഡ് നോക്കി പറയുന്ന സമയത്ത് കിട്ടാത്ത വാക്കുകൾ എന്ത് ചെയ്യണം? മറന്നുപോയെന്ന് തോന്നുന്ന സംഭവം നിങ്ങൾ ആ കാർഡ് എടുത്ത് മാറ്റി വെക്കണം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. കാർഡ് ഉപയോഗിച്ച് ശരിക്കും നമ്മളിങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്ത് മൊബൈലൊക്കെ ഉപയോഗിക്കുന്നവരും വെറുതെ രസമായിട്ട് ഇങ്ങനെ നോക്കി തിരിച്ചും മറിച്ചും ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ നമ്മൾ പോലും അറിയാതെ പെട്ടെന്ന് പഠിക്കാൻ പറ്റും. നമ്മൾ വലിയൊരു വീഡിയോ കണ്ട് പഠിക്കുന്നേക്കാൾ എളുപ്പമാണ് കാർഡ് ഉപയോഗിച്ച് പഠിക്കാൻ. ഒന്നുകൂടെ എളുപ്പം അതാ. മാത്രമല്ല നമ്മൾ ഒരു വീഡിയോ ഇപ്പോൾ അരമണിക്കൂർ കാണുന്നതിനേക്കാളും ഒരു 5 മിനിറ്റ് കൊണ്ടൊക്കെ ചിലപ്പോൾ ആ ഒരു കാർഡ് നിങ്ങൾക്ക് ഈസിയായിട്ട് പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്നാമത്തെ കാർഡ് ഒന്ന് കാണിച്ചു കൊടുക്കുക. ആ കാർഡ് നോക്കിയിട്ട് പെട്ടെന്ന് പറയണം. നമ്മൾ ഓഡിയൻസ് ആണ് പറയേണ്ടത്, പെട്ടെന്ന് പറയാം. ഷീസ് ഉപയോഗിച്ചിട്ട് പറയാം. ഓക്കെ, ആദ്യം തന്നെ നിങ്ങൾക്ക് ഈ വേർഡ് കിട്ടുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം? തിരിച്ചു നോക്കുക. അപ്പോൾ എങ്ങനെയാണ്? സോട്ട്. അപ്പോൾ എങ്ങനെ പറയും? She's sorting the onion and chilies. Yes, she's sorting the onions and chilies. കണ്ടോ? അടുത്തെടുക്കുക. നമ്മൾ ഓഡിയൻസ് പറയാം, പെട്ടെന്ന് പറയാം. നിങ്ങൾക്ക് കിട്ടുന്നില്ലേ ബേക്ക് നോക്കിയാൽ മതി. അപ്പോൾ ഇതെന്തായിരുന്നു അജയ് പറയൂ? ഷീസ് ആഡിങ് എ പിഞ്ച് ഓഫ് സ്പൈസ് പൗഡർ. യെസ്, ഷീസ് ആഡിങ് എ പിഞ്ച് ഓഫ് സ്പൈസ് പൗഡർ. വെരി ഗുഡ്. അടുത്തത് നമ്മളെ ഓഡിയൻസ് ആണ്, സുഹൃത്തുക്കൾ പറയാൻ ശ്രമിക്കുക. ഓക്കെ, എന്തായിരുന്നു പറയുക അഭിനവ് ഇതിന്? സ്ക്രാപ്പി ആണ്. സ്ക്രാപ്പി. അപ്പോൾ എങ്ങനെ പറയും? ഷീ സ്ക്രാപ്പിംഗ് ദ കോക്കനട്ട്. ഷീ സ്ക്രാപ്പിംഗ് ദ കോക്കനട്ട്. ഓക്കെ, അതുപോലെ കോക്കനട്ടിൻ്റെ ഉൾഭാഗത്തിന് എന്തായിരുന്നു പറയുക? കോക്കനട്ട് മീറ്റ്. പിന്നെ കോക്കനട്ട് ഫ്ലഷ് എന്നും പറയും. ഫ്ലഷ് മീറ്റ് ഇതൊക്കെ പറയും. ഓക്കെ, യെസ്. അപ്പോൾ ഇവിടെ എങ്ങനെ പറയാം ഇനിയിപ്പോൾ? ഷീസ് pouring the coconut milk. ഷീസ് pouring the coconut milk. ഷീസ് pouring the coconut milk. വെരി ഗുഡ്. ഓക്കെ, അടുത്തത് നമ്മുടെ ഓഡിയൻസ് പെട്ടെന്ന് പറയാൻ നോക്കിയിട്ട് പറയാം. ഇതെന്താ ചെയ്യുന്നത് അഭിനവേ? അത് ഇളക്കുകയാണ്. ഇളക്കുന്നതിന് എന്താ പറയുക? സ്റ്റിറിങ്. അപ്പോൾ എങ്ങനെ പറയും? ഷീ സ്റ്റിറിങ് ദ കോക്കനട്ട് മിൽക്ക്. നോ ഷീ സ്റ്റിറിങ് ദ ഡിഷ്. ഓക്കെ, ഡിഷാണ്, ഫുഡാണ് അല്ലേ? പ്രിപ്പയർ ചെയ്യുന്ന സാധനമാണ് അല്ലേ? ഷീ സ്റ്റിറിങ് ദ ഡിഷ്. അല്ലോ, സ്ലോലി, സാവധാനം ഇളക്കാണ്. ഷീ സ്റ്റിറിങ് ദ ഡിഷ് സ്ലോലി, അല്ലേ? ഷീ സ്റ്റിറിങ് ദ ഡിഷ് കണ്ടിന്യൂസ്ലി, തുടർച്ചയായിട്ട് ഇളക്കാണ്. യെസ്. അടുത്തത് നോക്കൂ അജയ്, എന്താ ചെയ്യുന്നത്? വിനാഗിരി ഒഴിച്ചിട്ട് ഇങ്ങനെ അതിനെന്ത് ചെയ്യാണ്? ടേസ്റ്റ് കൂട്ടാണ്. ടേസ്റ്റ് കൂടുന്നതിൻ്റെ വേർഡ് അജയ് നോക്ക്, ബേക്കിൽ നോക്കി. എന്തായിരുന്നു? പലരും മറന്നുപോയിട്ടുണ്ടാവും ആ വാക്ക്. ഏതാണ്? സീസൺ. നമ്മൾ പല സീസൺ പറയില്ലേ? വിന്റർ, സമ്മർ എന്നൊക്കെ പറയില്ലേ? അതുപോലത്തെ സീസൺ. അപ്പോൾ അതിനോട് IN ചേർത്താൽ സീസൺ. അപ്പോൾ എങ്ങനെ പറയും? ഷീസ് സീസണിങ് ദ ഡിഷ് വിത്ത് വിനെഗർ. യെസ്, ഷീസ് സീസണിങ് ദ ഡിഷ് വിത്ത് വിനെഗർ. ഓക്കെ, ഇനിയിപ്പോൾ ഉപ്പ് ചേർത്തിട്ട് അതിൻ്റെ ടേസ്റ്റ് ഒന്നുകൂടി ബാലൻസ് ചെയ്യാണ്, കറക്റ്റ് ചെയ്യാണ്. അപ്പോൾ എങ്ങനെ പറയും? She's seasoning the dish with salt. She's seasoning the dish with salt. Okay? വെരി ഗുഡ്. അടുത്തെടുത്തു. നമ്മുടെ എന്താ അഭിനവ് ഇത്? അത് സിമ്മറിയാണ്. അപ്പോൾ ഷീസ് സിമ്മറിങ് എന്താണ്? The dish. She's simmering the dish. Okay? അല്ലെങ്കിൽ ഷീസ് സിമ്മറിങ് ദ കറി ഓൺ എ ലോ ഫ്ലെയിം. അജയ് എന്ന് പറഞ്ഞ ഓർമ്മയുണ്ടോ അല്ലേ? ഓൺ എ ലോ ഫ്ലെയിം, ചെറിയ തീയിൽ ഇങ്ങനെ വേവിച്ചെടുക്കണം. അപ്പോൾ ചെറു തീയിൽ ഇങ്ങനെ തിളപ്പിച്ചെടുക്കുന്നതിനാണ് പറയുക ഷീസ് സിമ്മറിങ് ദ ഡിഷ് ഓൺ എ ലോ ഫ്ലെയിം. She's simmering the dish on a low flame. Right. Very good. അടുത്തത്. അപ്പോൾ എടുത്ത് മാറ്റി വെക്കുകയാണ്. എടുത്ത് മാറ്റി വെക്കുന്നതിന് എന്താ പറയുക അഭിനവേ? ടേക്കിംഗ് ഓഫ്. അപ്പോൾ എങ്ങനെ പറയും? She's taking off the taking the pan off ആണ്. Taking the pan off the stove. ഷീസ് ടേക്കിംഗ് ദ പാൻ. അതായത് പാൻ എടുക്കാന്ന് ആദ്യം പറഞ്ഞാൽ മതി. ഷീസ് ടേക്കിംഗ് ദ പാൻ. കേട്ടോ, പാൻ എടുക്കുകയാണ്. She's taking the pan ഓഫ് ദ സ്റ്റവ്, സ്റ്റവിന് പുറത്തേക്ക്. off the stove. ഷീസ് ടേക്കിംഗ് ദ പാൻ
off the stove. ഓഫ് ദ സ്റ്റവ്. വെരി ഗുഡ്. She's taking the pan off the stove. ഓക്കെ ഗുഡ്. ഉണ്ടോ ഇപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ച സാധനമാണ്. അപ്പോൾ ഇത് അറിയാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ കാർഡ് കിട്ടുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ എന്താ ചെയ്യേണ്ടത്? എങ്ങനെയാണ് ചെയ്യേണ്ടത്? ചെയ്ത് തിരിച്ച് നോക്കുക. തിരിച്ചിങ്ങനെ നോക്കി പറയാം. നോക്കുക, നിങ്ങൾ പെട്ടെന്ന് നോക്കുക, എന്നിട്ട് അതിന് മിക്സ് ചെയ്യുക. എന്നിട്ട് കാർഡുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മിക്സ് ചെയ്യുക. ആദ്യം നിങ്ങളെല്ലാ വാക്കുകൾ ഇങ്ങനെ പറയാം. കിട്ടാത്ത വാക്ക് ബേക്കിൽ നോക്കുക, എന്നിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിനു ശേഷം ഇതെങ്ങനെ പഠിക്കേണ്ടതെന്നുള്ള കാര്യങ്ങൾ നമ്മൾ വിശദമായി ഇതേപോലെ വീഡിയോകളായിട്ട് തരും. അപ്പോൾ ഞാനിത് പ്രത്യേകം ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിച്ചത് ഈ ഫ്ലാഷ് കാർഡ് ഉപയോഗിച്ച് പഠിക്കുന്ന രീതി എങ്ങനെയാണ്. ഇപ്പോൾ നമ്മുടെ ഗ്രൂപ്പിലുള്ള ആളുകളുടെ വോയിസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഫ്ലാഷ് കാർഡ് ഉപയോഗിച്ച് പഠിച്ചപ്പോൾ അതിനൊരു മാറ്റം, അതായത് നമ്മളൊരു മണിക്കൂറുകളെടുത്ത് പഠിക്കേണ്ട കാര്യങ്ങൾ. ഇതിപ്പോൾ നമ്മളൊരു 15ഓളം സെൻറ്റൻസുകളാണ് പറഞ്ഞത്. Oh, yes. ഇപ്പോൾ 15ഓളം സെൻറ്റൻസുകൾ 1 by 1 ആയിട്ട് നമ്മൾ അടിപൊളിയായിട്ട് പറഞ്ഞു. Ah, അതാണ് അതിൻ്റെ പ്രത്യേകത. okay. അപ്പോൾ ഈ 15 സെൻറ്റൻസിൽ നമ്മൾ ഈ കുറഞ്ഞ സമയം കൊണ്ട് പഠിച്ചത്. ഇതിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇതിൽ നമ്മൾ ലൈഫിൽ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഇതിലുള്ളൂ, കിച്ചണിൽ യൂസ് ചെയ്യുന്നത് അല്ലേ. നമ്മളൊരു ഫുഡ് ഉണ്ടാക്കുന്ന കാര്യമാണ്. കിച്ചണിൽ പോയി കഴിഞ്ഞാൽ എന്തായാലും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷേ ഇത് നമുക്ക് അറിയാത്തതുകൊണ്ട് നമ്മളുടെ അടുത്ത് ഇപ്പോൾ ഒരു ഇംഗ്ലീഷ് മാത്രം അറിയുന്ന ഒരാൾ നമ്മളുടെ അടുത്ത് ഇരുന്നു, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു സ്ഥലത്ത് പോകുന്നു. അപ്പോൾ അവരിത് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല. ഇതെന്താ ചെയ്യണം, സിമ്മർ ചെയ്താൽ എന്ന് പറയും. സിമ്മറോ, ഇതെന്താ സംഭവം നമ്മൾ വിചാരിക്കും അല്ലേ. ആ ഓരോ സംഭവം അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ കടുക് വറുക്കുന്നതിന് ഇപ്പോൾ നമ്മൾ മലയാളത്തിൽ കടുക് വറാന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് എന്താ പറയുക? മസ്റ്റർഡ് പൊട്ടിക്കൽ എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ പറയാൻ പറ്റില്ല. മസ്റ്റർഡ് ഫ്രൈ എന്നൊക്കെ പറയേണ്ടി വരും. അപ്പോൾ തെറ്റാവും. അപ്പോൾ അവിടെ ടെമ്പറിങ് എന്നുള്ള വേർഡ് നിങ്ങളുടെ മനസ്സിലേക്ക് വരണം. ഇതുവരെ പഠിച്ച കാര്യങ്ങൾ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ ആരെങ്കിലും ഒരാൾ സ്പീഡിൽ പറയണം. അജയ് ആദ്യം ഇങ്ങനെ സ്പീഡിൽ നീക്കുമ്പോൾ പറയണം. ഇവരെക്കാൾ വേഗതയിൽ കേട്ടുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കൾ പറയണം കേട്ടോ. ഇത് ഞാൻ നോക്കുന്നത്. നിങ്ങൾ നന്നായി പ്രാക്ടീസ് ചെയ്ത് ഈ വേഗതയിൽ പറയാൻ പറ്റുന്നത് വരെ എന്ത് ചെയ്യണം, നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ യെസ്. ഒന്നാമത്തെ നോക്കിയിട്ട് അഭിനവ് പറയൂ. She is rinsing the vegetables. വെരി ഗുഡ്. അടുത്തത്. She is chopping the onion. തെറ്റി. Sorry, peeling. പീലിംഗ്. അണ്ടോ, ഇങ്ങനെ തെറ്റ് വരുമ്പോൾ എന്ത് ചെയ്യണം? ഇങ്ങനെ തെറ്റും, സ്വാഭാവിക. Okay. ഇങ്ങനെ സംഭവിക്കും. ഇങ്ങനെയാണ് അത് പഠിക്കുക. ഇതിപ്പോൾ അങ്ങനെ പഠിക്കുമ്പോൾ നമ്മൾ തെറ്റിപ്പോയില്ലേ. അപ്പോൾ നമ്മൾ ആ തെറ്റിപ്പോയത് എന്താണ്, ആ കാർഡ് വേണമെങ്കിൽ മാറ്റി വെക്കണം. ആ കാർഡ് അഭിനവ് കയ്യിൽ വെക്കൂ. യെസ്. എന്നിട്ട് എന്ത് ചെയ്യുക, അടുത്ത് പെട്ടെന്ന് പറയാം. അടുത്ത് എന്താ? She is chopping the vegetables. വെരി ഗുഡ്. She is lighting the stove. ഓക്കെ ഗുഡ്. She is putting the pan on the stove. വെരി ഗുഡ്. She is pouring the coconut oil. ഗുഡ്. ഇതെന്താ ചെയ്യുന്നത്? She is tempering the mustard seeds. വെരി ഗുഡ്. She is sauteing the onions and chilies. വെരി ഗുഡ്. അനിയൻസ് ആൻഡ് ചില്ലീസ്. She is adding a pinch of spice powder. സ്പൈസ് പൗഡർ. She is scraping the coconut. യെസ്. ആ കോക്കനട്ടിൻ്റെ ഉൾഭാഗത്തിന് എന്താ പറയുക? Flesh അല്ലെങ്കിൽ meat. വെരി ഗുഡ്. She is pouring the coconut milk. ഓക്കെ ഗുഡ്. She is stirring the dish slowly. ഓക്കെ ഗുഡ്. She is seasoning the dish with vinegar. വെരി ഗുഡ്. She is simmering the dish. ഓക്കെ. She is taking pan off the stove. യെസ്. ടേക്കിംഗ് പാൻ ഓഫ് ദ സ്റ്റവ്. റൈറ്റ്. വെരി ഗുഡ്. സൂപ്പർ. ഓക്കെ. അടുത്തത്. കഴിഞ്ഞു. എന്നാ തെറ്റിപ്പോയത് ആ കാർഡ് ഒന്നുകൂടി നോക്കി. ഓക്കെ. ആ കാർഡ് എന്താ പറയുക? She is peeling the onion. വെരി ഗുഡ്. അതാ തെറ്റിപ്പോയ കാർഡ് ഇങ്ങനെ മാറ്റി വെച്ചിട്ട് അത് റിപ്പീറ്റ് ചെയ്ത് ഇടയ്ക്ക് നോക്കുക. ഏതാണ് നിങ്ങൾക്ക് തെറ്റാൻ സാധ്യത അത് നോക്കുക. Okay. ഇപ്പോൾ നമ്മൾ നോക്കിയ നമ്മളായിട്ട് കിച്ചണിൽ ചെയ്ത കാര്യങ്ങളെല്ലാം പറഞ്ഞു. 1 by 1 ആയിട്ട് ഇങ്ങനെ പറഞ്ഞു. ഇതേപോലെ നമ്മൾ പറഞ്ഞു. ഇനി ഇതിൻ്റെ കഴിഞ്ഞു പോയ കാര്യമായിട്ടും ഒക്കെ നമുക്കിത് പറയാൻ പറ്റും. ഒരുപാട് മെത്തേഡുകളുണ്ട്. അതായത് നമ്മുടെ അടുത്തുള്ള ആ ഒരു ബോക്സിലുള്ള കാർഡുകൾ, ഈ ബോക്സിൽ കാണുന്ന കാർഡുകൾ 100 കണക്കിന് കാർഡുകളുണ്ട്. ഈ കാർഡിൽ ഉപയോഗിച്ചുകൊണ്ട് 10,000 കണക്കിന് സെൻറ്റൻസുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതായത് വളരെ ഒന്നും അറിയാം. ഇതിപ്പോൾ ഈ ഇമേജ് നോക്കിയാൽ ഒരു സാധാരണ ഒരു കൊച്ചുകുട്ടി, ഒരു 7ാം ക്ലാസ് അല്ല ഒരു 7 വയസ്സുള്ളൊരു കൊച്ചുകുട്ടി കണ്ടാലും, അല്ലെങ്കിൽ എന്താ പറയുക, നല്ല പ്രായമുള്ള ഒരാളാണെങ്കിൽ കണ്ടാൽ മനസ്സിലാവും. ഓക്കെ. പെട്ടെന്ന് ആ ഇമേജ് കാണുമ്പോൾ എന്താവും? മനസ്സിലാവും. ഓട്ടോമാറ്റിക്കലി അത് പറയും. പക്ഷേ ഇതിങ്ങനെ എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ചിലപ്പോൾ കുട്ടികളൊക്കെ ആണെങ്കിലും മൊബൈലൊക്കെ നോക്കി അവരെ കണ്ണിന് പ്രശ്നങ്ങളോ ഒന്നുമില്ല, ഇഷ്ടമുള്ള സമയത്ത് ഇങ്ങനെ വെറുതെ രസമായിട്ട് ഇങ്ങനെ ഇമേജ് നോക്കുക. ഇപ്പോൾ അജയ്ക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അഭിനയുടെ ഒരു ഇമേജ് എടുത്ത് കാണിച്ചിട്ട് ഇതെന്താ ഉണ്ടോ. ഓക്കെ. ഇപ്പോൾ ഇഷ്ടമുള്ളൊരു കാർഡ് എടുത്തോ. അജയ് ഒരു കാർഡ് എടുത്ത് ഇടയെന്ന്. ഇഷ്ടമുള്ളൊരു കാർഡ് എടുത്ത് എടുക്കുക. ഇതെന്ത് പറയും അഭിനവേ? She is pouring the coconut milk. യെസ്. കോക്കനട്ട് മിൽക്കാണോ? കോക്കനട്ട് ഓയിൽ. ഷീ ഈസ് പോറിംഗ് ദ കോക്കനട്ട് ഓയിൽ. നേരത്തെ മിൽക്ക് ഉണ്ടായിരുന്നു അല്ലേ? ഓക്കെ, നോ പ്രോബ്ലം, കുഴപ്പമില്ല. വേണ്ട. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇനി ഇതിൻ്റെ സ്പീഡ് ഇങ്ങനെ കൂട്ടി വരും. കാണുമ്പോൾ തന്നെ ഇമേജ് കാണുമ്പോൾ തന്നെ ടക്ക് 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 എന്ന് പറയും. ഓക്കെ. അപ്പോൾ ഈ ഒരു ഐഡിയ കിട്ടിയല്ലോ. അപ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതേപോലെ ഈ ഇമേജ് കണ്ട് നിങ്ങൾ പെട്ടെന്ന് പറയാൻ വേണ്ടി ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതേപോലെ ഫ്ലാഷ് കാർഡുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള അടിപൊളി ട്രെയിനിങ് പ്രോഗ്രാം നമ്മൾ നടക്കുന്നുണ്ട്. ഇതേപോലെ
ഫ്ലാഷ് കാർഡിൻ്റെ കിറ്റ് നിങ്ങൾക്ക് വീട്ടിലേക്ക് അയച്ചു തരും. അതിനുശേഷം ഓരോ ദിവസത്തിൻ്റെ ക്ലാസ്സുകളുണ്ടാവും, അതിലൂടെ പ്രാക്ടീസ് ചെയ്യാം, വോയിസ് അയക്കാം. അതുപോലെ തന്നെ നമ്മുടെ ടീച്ചേഴ്സിനോട് നിങ്ങൾക്ക് എന്ത് ഡൗട്ട് വേണമെങ്കിലും ചോദിക്കാം. അത്തരത്തിലൊരു അടിപൊളി ട്രെയിനിങ് പ്രോഗ്രാം നമുക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ ബാച്ചിലും മാക്സിമം 10 ആളെ എടുക്കാറുള്ളൂ, അതിൽ നമ്മൾ എടുക്കാറില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള അറ്റൻഷൻ കിട്ടും, ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാൻ പറ്റും. പിന്നെ ഇതൊരു പുതിയ മെത്തേഡാണ് പഠിക്കാൻ. ഇവിടെ നിങ്ങൾ നോക്കിയാൽ അറിയാം, ഇവിടെ മലയാളം പറഞ്ഞിട്ടാണോ അഭിനവ് ഇംഗ്ലീഷ് പറഞ്ഞേ? അല്ലല്ല, ഇംഗ്ലീഷ് അല്ല. നിങ്ങൾ ഈ ഇമേജ് ഇപ്പോൾ ശരിക്കും എന്താ, ഇപ്പോൾ നിങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോൾ അമ്മ ഇങ്ങനെ ഒരു നുള്ള് ഉപ്പിങ്ങനെ കറിയിലേക്ക് ഇടുകയാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും. ഷീസ് ആഡിങ് എ പിഞ്ച് ഓഫ് സോൾട്ട് എന്ന് പറയാൻ പറ്റും കേട്ടോ. അപ്പോൾ അവിടെ നിങ്ങൾ ഏതെങ്കിലും മലയാളം വാക്ക് പറഞ്ഞോ? ഇല്ല, ഒന്നും പറഞ്ഞില്ല. അപ്പോൾ ആ ഇംഗ്ലീഷിൽ തന്നെ നമ്മൾ ആ സംഭവം കണ്ട് ഇംഗ്ലീഷിൽ തന്നെ പറഞ്ഞ് ശീലിക്കുകയാണ് ചെയ്യുന്നത്. അതതിൻ്റെ ഒരു പ്രത്യേകത. ഈ ഒരു മെത്തേഡിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, സാധാരണ നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കുന്ന മലയാളം പറഞ്ഞ് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണ്. ഇവിടെ ട്രാൻസ്ലേഷൻ ഇല്ല, ഡയറക്റ്റായിട്ട് ഒരു കൊച്ചുകുട്ടിയൊക്കെ എങ്ങനെയാണോ ഇംഗ്ലീഷ് സംസാരിച്ച് പഠിച്ചു വരുന്നത് അതേ രീതിയിലാണ് ചെയ്യുന്നത്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ മെത്തേഡ്. അടിപൊളിയായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ സാധിക്കും. അപ്പോൾ എല്ലാവരും നന്നായി പ്രാക്ടീസ് ചെയ്യുക. അതോടെ നമ്മുടെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ കസ്റ്റമർ കെയർ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, 99955824. ഇതിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി. ടീച്ചേഴ്സ് കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പറഞ്ഞു തരികയും നമ്മുടെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് നോക്കുക. അതിനുശേഷം ഇതേപോലെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, ഓൾ ദ വെരി ബെസ്റ്റ്. മീറ്റ് അഗൈൻ. ഇറ്റ്സ് മീ സൂര്യ ധനീഷ്. എൻ്റെ കൂടെ അഭിനവ് ആൻഡ് അജയ്. Bye for now.